Reading makes immigrants of us all. It takes us away from home, but most important, it finds home for everyone. അപ്പം നമ്മുടെ അനുഭവം എന്താ പറഞ്ഞാൽ പുതിയ തലമുറയിലെ കുട്ടികൾ ഇപ്പോഴും ഈ പരിപാടിയിൽ വേണ്ടത്ര വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം. അതാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ മറ്റുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം കൂടി ഉറപ്പുവരുത്താനാണ് വീടുകളിലേക്ക്, വീട്ടുമുറ്റത്തേക്ക് ഈ സാഹിത്യ ചർച്ചകൾ മാറിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള സ്ത്രീകൾ, അയൽപ്പക്കത്തുള്ള ആളുകൾ, അപ്പുറത്തുള്ള കുട്ടികൾ, അങ്ങനെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പൊതുവേദിയിലേക്ക് വരാൻ മടിയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൂടി ആ വീട്ടുമുറ്റത്ത് ഒത്തുചേർക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരു പുസ്തകം, അതിൻ്റെ എഴുത്തുകാരൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹിത്യലോകം എന്ന് പറയുന്നത് വിശാലമായ ഒരു സാഹിത്യലോകമാണ്. അവിടേക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൂട്ടിമുട്ടിക്കുകയും അവരെ അവിടേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച കൈരളി ബുക്സിനെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയാണ്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു വേദി. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് സർഗാത്മകതയുടെ നാട്ടുവഴികൾ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തത്. സർഗാത്മകത എന്നാൽ പുതിയതും ആവേശകരവുമായ കാര്യങ്ങൾ കണ്ടെത്തി കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തിക്കുക, ക്രിയേറ്റിവിറ്റി എന്നതാണ്. അപ്പം അത്തരം ഒരു പരിപാടികൾ നടത്തുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ അവതാരിക ചോദ്യങ്ങൾ ചോദിച്ചതിൽ 2 ചോദ്യങ്ങളുണ്ട്. അതിലാദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ കക്കാടിൻ്റെ ഒരു കവിതയുണ്ട്. പെരുവഴി മുന്നിലിരിക്കെ പുതുവഴി വെട്ടുന്നതാകിൽ ദുരിതങ്ങൾ ഏറെയുണ്ട്, നോമ്പുകൾ പലതും നോക്കേണ്ടി വരും. ഒരു സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ. പെയിൻറ്റിങ് പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇത് പറയുന്നത് സിമ്പതിക്ക് വേണ്ടിയൊന്നുമല്ല, യഥാർത്ഥം പറഞ്ഞതാണ്. അപ്പോൾ ഇന്നും നല്ല തിരക്കുള്ള സമയമാണല്ലോ, അറിയാലോ. പെയിൻറ്റിങ് പണി ഇപ്പം ഞാൻ ഇവിടെ വരുമ്പം 2 സൈറ്റിൽ നിന്നാണ് എന്നെ വിളിച്ചത്, നിങ്ങളെന്താ വരാത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2-3 പണിക്കാരുടെ ആക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രയാസമാണ്. എന്താ വെച്ചാൽ എന്താണ് അവൻ്റെ യോഗ്യത എന്നാണ് ചോദിക്കുക. അപ്പോൾ ഈ സാഹിത്യതീരം എന്നത് ശ്രീകണ്ഠപുരം ഒരു പുഴയുണ്ട്. ആ പുഴയോരത്ത് 2017 പുസ്തക ചർച്ച തുടങ്ങി, ആഗസ്റ്റ് മാസം. ആ പുസ്തക ചർച്ചയുടെ ആദ്യത്തെ പുസ്തക ചർച്ച നടത്തിയത് ഈയവളപട്ടണത്തിൻ്റെ ഉയരങ്ങൾക്ക് മീതെ ആകാശം എന്ന പുസ്തക ചർച്ചയാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ അത് പുഴയോരത്ത് കൊതുകൊക്കെ ഉള്ള സ്ഥലത്ത് ആര് വരും? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഗണത്തിലല്ല കാര്യം, ഗുണത്തിലാണ്. ലോകത്ത് 2 പേരുണ്ടെന്ന് വിചാരിക്കുക. 2 പേര്, ഞാനും പ്രസാദ് മാഷും 2 ആളെന്ന് വിചാരിക്കുക. ഞങ്ങൾ 2 പേരും സംസാരിക്കും. അതൊരു ചർച്ചയാണ്. അതുകൊണ്ട് അങ്ങനെ തുടങ്ങാം. ഇനി ആരും നേർച്ച വെച്ചിട്ടൊന്നുമില്ല എത്ര കാലം നടത്തണമെന്ന്. അപ്പോൾ എൻ്റെ സാഹിത്യത്തിൽപ്പെട്ട കുറേ ആളുകളുണ്ട്. റിജാമുകുന്ദൻ്റെ ഒരു കവിതയുണ്ട്. റിജി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ പൊട്ടിച്ചിരിച്ചും പൊട്ടിക്കരഞ്ഞും അടുക്കളയിൽ ഒതുങ്ങുന്ന കടുകിൻ്റെ വേദന എന്നൊരു കഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധാരണക്കാരായ ആളുകൾ ഇതിലേക്ക് കടന്നു വരികയും അങ്ങനെ ഇത് കുറേ ചർച്ചകൾ ഇങ്ങനെ നടക്കും. 60ാമത്തെ സെക്ഷനാണ് അടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ നടത്തുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷം, വേറൊന്നുമല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഷുക്കൂർക്ക ചായക്കട ചർച്ച നടത്തുന്നു, മാഷ് അവിടെ ആലക്കോട് നടത്തുന്നു, ഉത്തമേട്ടൻ കൂത്തുറമ്പിൽ നടത്തുന്നു. എവിടെയായാലും ഇത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു മാനസിക സന്തോഷം, അതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തുടർന്ന് പോകുന്നത്. അപ്പോൾ ഇത് മറ്റുള്ള നേരത്തെ ഉത്തമേട്ടനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് പത്രത്തിൽ വരാനോ അല്ലെങ്കിൽ പേരെടുക്കാനോ ഒന്നും തന്നെയല്ല. കാരണം ഞങ്ങൾ പത്രത്തിൽ പോലും വാർത്ത കൊടുക്കാറില്ല. പിന്നെ ഇതേപോലെ അറിഞ്ഞിട്ട് ആളുകൾ വരുന്ന ഒരു സംഭവങ്ങളാണുള്ളത്. പുസ്തക ചർച്ചകൾ സാധാരണക്കാരായ കുറേ ആളുകൾ അവിടേക്ക് വരുന്നുണ്ട്. സാധാരണ വലിയ റിസ്ക് ഉണ്ട്. ഇതിൻ്റെ മുഖ്യ സംഘാടകൻ എന്ന നിലക്ക് ഓരോ പരിപാടി നടത്തുമ്പോഴും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെരുവഴികൾ മുന്നിരിക്കുക. നമുക്കെല്ലാം ഉണ്ടല്ലോ, സർക്കാരുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്, സാംസ്കാരിക വകുപ്പുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഇടത്തിൽ നിന്നാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഒരു പരിപാടികളുമായിട്ട് സദൈര്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. ഈ ഒരു കവിതയുണ്ടല്ലോ, നമുക്കറിയാം, ഈ നാട്ടിൻപുറം നഗരം ദരിദ്രം, നാട്യപ്രധാനം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്ന്.
അപ്പോൾ അങ്ങനെയുള്ള ഇതെങ്കിൽ നാട്ടുപുറത്തെ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ ഇതൊക്കെ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും പറയാറുണ്ട് നേരിട്ട് കാണുമ്പോഴൊക്കെ, നല്ല പരിപാടിയായിരുന്നു, കണ്ടു, വരാൻ പറ്റിയില്ല, പിന്നീടാണ് അറിഞ്ഞത് എന്നൊക്കെ പറയുന്ന ഒരു അവസരമുണ്ട്. ചില ആളുകൾ വരും. അപ്പോൾ ചില ഇതിനൊന്നും ഇപ്പം നേരത്തെ ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ വരുമ്പോൾ ഒരാൾ വിളിച്ചിട്ടാണ് ചോദിച്ചത്, ഈ പരിപാടി ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ, അവിടെ പാസ് കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഷിയാബുദ്ദീൻ, നമ്മളെ കണ്ണൂർക്കാരനായ ഷിയാബുദ്ദീൻ പൊയ്ത്തുംകടവുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്, അത് നമ്മൾ ദൈവം സൃഷ്ടിച്ചത് എല്ലാം ഗോളത്തിലും വട്ടാകൃതിയിലാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുവും അത് നമ്മളാണ് ചതുരത്തിലാക്കുന്നത്. അപ്പോൾ ഈ സങ്കുചിതമായ മനസ്സുകൾക്ക് ചിലപ്പോൾ ഇത്തരം വേദികളെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുഴയോരത്തും ചായപ്പടിയിലും വരാന്തയിലൊക്കെ നടത്തുമ്പോൾ എല്ലാ ആളുകൾക്കും വരാമല്ലോ. അപ്പോൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഞാൻ മിക്കവാറും പറയാനുള്ളത് പരവതാനിയില്ല, മുകളാകാശം, താഴെ ഭൂമി, വേറൊന്നുമില്ല. പുഴക്കരയ്ക്ക് വരുന്നു, ആളുകൾ പങ്കെടുക്കുന്നു, സ്വാഗതം മറ്റുള്ള പറയുന്നു. അപ്പോൾ അടുത്ത സ്വാഗതം പറയുന്നു റീജ മുകുന്ദനാണ് വരുന്നത് സ്വാഗതം പറയാനേ. അപ്പോൾ ഞാനതിൽ നിന്ന് മാറിയിക്കലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പേരെടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം, നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. അഷ്റഫ് ആടൂരിൻ്റെ കഥയുണ്ട്, അതിങ്ങനെയാണ്. ഞാൻ ചോദിച്ചത് കുടിക്കാൻ ഇത്തിരി വെള്ളമാണ്, അവൾ കാച്ചിയത് കുളിക്കാനും, എന്നിട്ടെന്തെങ്കിലും നാട്ടുകാരിൽ എന്നെ കുളിപ്പിച്ചത്. ഈ സമയത്ത് മടിയായി പോകാം. കൊറോണയെല്ലാം വന്നിട്ട് നമ്മൾ കണ്ടില്ലേ. ആ സംഭവം നമുക്ക് എന്തെങ്കിലും ഒരു സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലാണ് എൻ്റെ നേതൃത്വത്തിലുള്ള, ഏതായാലും ലിജു അടക്കമുള്ള ആളുകളുടെ എഴുത്തുകാരുണ്ട് നേതൃത്വത്തിലുള്ള ഒരു സാഹിത്യം. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ എത്തും. അത് എന്തോ ഒരു ഭാഗ്യമാണ്. ഇനിയിപ്പോൾ എത്തിയില്ല. ഒരു ദിവസം എ വി പവിത്രം മാഷ് പരിപാടിയിൽ വന്നു, ജിനേഷ് കുമാർ എരമ്പത്തിൻ്റെ പുസ്തക ചർച്ചയാണ്. അപ്പോൾ നോക്കും 13 ആൾ, ആകെ 13. ഞാൻ മാഷോട് പറഞ്ഞത് ഗണത്തിലല്ല കാര്യം മാഷ, ഗുണത്തിലാണ്. പിന്നീട് എല്ലാവരും അത് പറയാറുണ്ട്. അപ്പോൾ ആളുകളെ എണ്ണം നോക്കിയിട്ടൊന്നും അതിൽ വലിയ കാര്യമൊന്നുമില്ല. ആശയങ്ങളാണല്ലോ. സർഗാത്മകത എന്നാൽ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക. അത് എഴുത്തിലും അങ്ങനെയാണ്. എഴുത്തിലും ഇപ്പോൾ അക്ബർ കാക്കാട്ടിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഒരു എഴുത്തുകാരൻ കഥ എഴുതിയിട്ട് കൊടുത്തു വലിയ എഴുത്തുകാരന്. നോക്കിയിട്ട് പറഞ്ഞാൽ ശരിയില്ല. അങ്ങനെ പല പ്രാവശ്യം കൊടുത്തപ്പോൾ ഇവൻ വിചാരിച്ചു ഇനി ഒരിക്കലും ഞാനൊരു കഥാകൃത്താരെന്ന് വെച്ചിട്ട് ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിയെന്നാണ് ഉത്തരോത്തരം എന്ന കഥ. അപ്പോൾ അങ്ങനെ വളരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലേക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 10 വിരലുണ്ടെങ്കിൽ നോക്ക്, 10 വ്യത്യസ്തമായ കഴിവുകൾ, ആരും കഴിവ് കെട്ടവരൊന്നുമല്ല. അവരുടേതായ സാധ്യത കൊണ്ട് വളരാൻ പറ്റിയിട്ടില്ല. ഈ സർഗാത്മകത മനുഷ്യനുണ്ട്, മൃഗങ്ങൾക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ മനുഷ്യൻ പാടും ആടും, പക്ഷേ കുയിൽ പാടും ആടും, പക്ഷെ അവരുടെ രീതിയിലാണ്. മനുഷ്യൻ യേശുദാസ് പാടുന്ന പാട്ടും ജയേന്ദ്രൻ പാടുന്ന പാട്ടും 2 വ്യത്യസ്തമാണ്. ഏത് വിധത്തിൽ പാടാൻ മനുഷ്യനാകും. അപ്പോൾ അതുകൊണ്ടാണ് സർഗാത്മകത വരുന്നത്. അപ്പോൾ അത് പറയുന്നത് കഴിവുകൾ എല്ലാ ആളുകളുടെയും മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായാൽ ആർക്കും ഇത്തരം പരിപാടി നടത്താം. മറ്റുള്ളവരുടെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകും. അവർ പറയുന്ന വൈദഗ്ധ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അതുകൂടി മാനിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടത്തുമ്പോഴാണ് ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ വരുന്നത്. അതാണ് സാഹിത്യദിനം മുന്നോട്ട് പോകുന്നത്. പിന്നെ രണ്ടാമത്തൊരു അവതാരിക പറഞ്ഞൊരു കാര്യം, വായിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വായിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം ഇവിടെ ഫെസ്റ്റ് നടത്തുമ്പോൾ ഞാൻ ഈ കേരളത്തിലെ പല ഭാഗത്തും പുസ്തകമേളകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. പുസ്തകമേളകളിൽ പങ്കെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം അവർ നമുക്ക് ശമ്പളം തരും, ആ നിൽക്കുന്നതിൻ്റെ ഒരു കൂലി തരും. ഒരു സുഖമല്ലേ മനസ്സിന്. പെയിൻറ്റ് പണിയെടുത്താൽ അത് കിട്ടൂല. അപ്പോൾ ചില സമയങ്ങളിൽ ഒരാഴ്ച ലീവാക്കിയിട്ടൊക്കെ വിളിക്കുന്ന പ്രസാദകർ, ഏത് പ്രസാദകർ നോക്കില്ല, ആദ്യം ആരാണ് വിളിച്ചത് അവരുടെ അടുത്ത് പോകും, കുറച്ച് അപ്പോൾ അവരെ മേളയിൽ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുക്കുന്നുണ്ടാകുന്ന കുറേ പുസ്തകങ്ങൾ. അതിന് കാരണമുണ്ട്. കാരണം ഈ അക്ഷരങ്ങൾ മറന്നു പോകാതിരിക്കാൻ ആണ് ഞാൻ വായനയിലേക്ക് വന്നത്. നമുക്കിപ്പോൾ എനക്കും ഷുക്കൂർക്കാർക്ക്, ഞാൻ കുറ്റായിട്ട് പറയുന്നില്ല, ചെറിയ വിദ്യാഭ്യാസമേ ഉള്ളൂ. SLC തന്നെ 20-ാം വയസ്സിൽ നേരിട്ട് ഇത് പാസ്സാകേണ്ട അവസ്ഥയായിരുന്നു. കാരണം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അക്ഷരങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രം വായനയിലേക്ക് തിരിഞ്ഞ ഒരാളാണ് ഞാൻ. ഷുക്കൂർക്കാർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പുസ്തകങ്ങൾ കാണും ഇപ്പം നിങ്ങളിപ്പം എന്നോട് 100 രൂപ ചോദിച്ചാൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് കയ്യിൽ ഉണ്ടാവണമെന്നില്ല. കാരണം കുടുംബവും കുട്ടികളെല്ലാം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവണമെന്നില്ല, ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ 100 ബുക്ക് തരാമെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുണ്ട്. അത് പുസ്തകങ്ങളാണ് സമ്പാദ്യം, അക്ഷരങ്ങളാണ്, അക്കങ്ങളല്ല എന്നതുകൊണ്ടാണ് ഇത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ വേദി വിട്ടാനോ, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വേദി തന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ്. പല പ്രസാധകരുമുള്ളൊരു കാലത്ത്, പല ഫെസ്റ്റിവലും ഉള്ള കാലത്ത് ആദ്യമായിട്ട് ഇതും ആഗ്രഹിച്ചിട്ടില്ല. വിളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം റീജിയനോട് നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ അവർ കഴിഞ്ഞ പ്രാവശ്യം
തീരുമാനിച്ചിരുന്നു ഇങ്ങനെ വിളിക്കാനെന്ന്, ഇപ്രാവശ്യം സാധിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഏതായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഈ പരിപാടിക്കും. അതുകൊണ്ട് വായിക്കുന്നതിൻ്റെ ഗുണം, വായിക്കുന്നവന് പല ജീവിതവും, വായിക്കാത്തവന് ഒരൊറ്റ ജീവിതവുമുള്ളൂ എന്ന കാര്യം തന്നെയാണ് ഉള്ളത്. ഇതോടെ 59ഓളം പുസ്തക ചർച്ചകളും 35ഓളം പുസ്തക പ്രകാശനങ്ങളും 5 വാർഷികങ്ങളും സാഹിത്യീരം നടത്തി. ഈ പരിപാടി തീരുമാനിച്ച എല്ലാവരും ഒറ്റ മനസ്സോടെ ഒപ്പമുണ്ടാകുന്നു. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണല്ലോ. ഒപ്പമുണ്ടാകുന്നു എന്നതാണ്. ഇതിന് അങ്ങനെയുള്ള ഇതൊന്നുമില്ല, വലിയ ഫണ്ടുമില്ല, ഒന്നുമില്ല. പക്ഷേ ഇച്ഛാശക്തി മാത്രമാണ് സാഹിത്യത്തിൻ്റെ മുതൽക്കൂട്ട്. അങ്ങനെ പ്രസാദ് മാഷയും ഷുക്കൂർ ഖാൻ്റെയും ഉത്തമോട്ടൻ്റെയൊക്കെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കണ്ണൂർ ജില്ലയിൽ ഇത് വലിയ രീതിയിൽ നടക്കുന്നത്. കേരളത്തിൽ തന്നെ പല സ്ഥലത്തും, കേരളത്തിൻ്റെ പല ഭാഗത്തും സാഹിത്യത്തിലേക്കും ചായക്കടയിലേക്കും ഇവിടുത്തെ എല്ലായിടത്തും ആലക്കോടൊക്കെ വരുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. പാറക്കടവിൻ്റെ ഒരു കവിത, അഷ്റഫാടൊരു അത്തരം ഒരു കവിത എഴുതിയിട്ടുണ്ട്. പച്ചപ്പുകളെ പറ്റി കൂടുതൽ പറയാൻ കഴിയുക ഉരുളങ്കലുകൾക്കാണ്. പച്ചപ്പുകളെ, എൻ്റെ നാട്ടിൽ വായനശാലയുടെ നാടാണ് ഇപ്പോഴും. അതെ, നാട്ടിനെ കുറ്റം പറയുന്നതല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ അടുത്ത പഞ്ചായത്തിൽ പോയിട്ട് ബുക്ക് എടുത്ത് വായിച്ചിട്ടാണ് വായനയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉരുളങ്കലുകൾക്കാണ് പച്ചപ്പുകളെ പറ്റി കൂടുതൽ പറയാൻ കഴിയുക എന്നതുകൊണ്ട് ഇത് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പുസ്തക ചർച്ചകളും സാംസ്കാരിക പ്രവർത്തനം, കാരണം 94 തുടങ്ങിയതാണ്. അത് ഞാൻ ഇന്ന് FB ഇട്ടിട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തനം അതിൻ്റെ വേറൊരു രൂപം മാത്രമാണ്. പക്ഷേ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാവരും ഒരു വേദിയിൽ എന്നതാണ് ഇതിൻ്റെ വിശാല മനസ്സാണ് ഇതിൻ്റെ മുന്നോട്ട് പോക്കുള്ള കാര്യങ്ങൾ. എല്ലാ ചർച്ചകളും സാഹിത്യ സാംസ്കാരിക പ്രവർത്തനം ഇത്തരത്തിലാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, പഴംപുരാണം പറയുക എന്നാണ് എൻ്റെ ജീവിതമല്ലേ, ഞാൻ വരാന്ത തുടങ്ങിയ കാര്യങ്ങളല്ലേ പറയാം. ഒരുവിധെല്ലാം അറിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ എന്തിനു വേണ്ടി ഞാൻ ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടത്. അത് ഞാൻ പറയാൻ തോന്നുന്നു. 2015 ഞാൻ ചായപ്പീടിക തുടങ്ങുന്നത്. ചായപ്പീടിക തുടങ്ങുമ്പോൾ ഒരുപാട് സമയമുണ്ട്, അതെങ്ങനെ വിനിയോഗിക്കാം എന്നുള്ള തോന്നലുണ്ട്. അങ്ങനെയാണ് ഞാൻ സെപ്റ്റംബറിൽ പ്രഭാരം മാഷ വിളിച്ച്, മാഷ ഞാനിങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്, പുസ്തക ചർച്ച, മറ്റുള്ളവരെ കളിയാക്കാൻ, ലൈബ്രറി കൗൺസിലിൽ ലൈബ്രറിക്കാരെ കളിയാക്കാൻ, ഉറങ്ങിക്കിടക്കുന്ന ലൈബ്രറികളായിരുന്നു ഒരു പരിപാടി നടത്താത്ത ലൈബ്രറികൾ, അവരെ കളിയാക്കാൻ വേണ്ടി മാത്രം തുടങ്ങി. പക്ഷേ ആ തുടങ്ങുമ്പോൾ ഒരു നിസ്സാര കാര്യം പൂർണ്ണതയിലെത്തിക്കുക അതൊരു നിസ്സാര കാര്യമല്ല എന്നൊരു തത്വമുണ്ട്. ഈ എല്ലാ പ്രവൃത്തിക്കും എൻ്റെ ഒരു പരിപാടി പൂർണ്ണതയിലെത്തിക്കുക എന്നോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, മാഷോട് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു നല്ല ആശയമാണ്, ധൈര്യത്തിൽ തുടങ്ങിക്കോ. പക്ഷേ പണ്ട് പിരിവൊന്നും വാങ്ങുന്നില്ല, ഞാൻ തന്നെ പുസ്തകം വിറ്റുണ്ടാക്കുന്ന പൈസ, ചെറിയ പൈസ കൊണ്ട് ചെയ്യണം. ഇപ്പോൾ എഴുത്തുകാർ വരുമോ? വരും എന്ന വിശ്വാസം. അങ്ങനെ വിനോയ് തോമസിൻ്റെ കരിക്കോട്ടക്കരി 1000ഓളം പുസ്തകം വിറ്റ് നടന്ന പുസ്തകമാണ്, ഞാൻ വിറ്റ് നടന്ന പുസ്തകം. അത് തന്നെ ചെയ്യുക ആദ്യം. അതിന് ഒരു ലക്ഷ്യമുണ്ട്. ചോമനതൊടി എന്ന് പറഞ്ഞ ഒരു പുസ്തകം എന്നെ വലിയൊരു ചെറുപ്പത്തിലേ സ്വാധീനിച്ച. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ. സ്കൂളിൽ പോയിട്ടില്ല എന്നേ ഉള്ളൂ 5ാം ക്ലാസ് വരെ, പക്ഷേ വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക്. അപ്പം ഈ ചോമനതൊടി എന്നെ വലിയ സ്വാധീനിച്ചതാണ്. അതേപോലെ മലയാളത്തിലുണ്ടായ ഒരു നോവലാണ് ഈ കരിക്കോട്ടക്കരി. ഈ ഒരു സീരീസ്, ഈ 3 പുസ്തകം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദളിത് ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ട് 3 പുസ്തകം. കരിക്കോട്ടക്കരി, കൂരുവാനത്തിലെ പൂതങ്ങൾ, 100 സിംഹാസനങ്ങൾ. ഈ 3 പുസ്തകം ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇത് അങ്ങനെ ചെയ്യാൻ മാത്രമാണ്. പക്ഷേ വിനോയ് തോമസ് വന്നു, 35 പേരേ ഉള്ളൂ, സ്വാഗതവും ഇല്ല, നന്ദിയില്ല, അധ്യക്ഷനും ഇല്ലാത്തൊരു പരിപാടി. എന്താണ് സാഹിത്യത്തിൽ നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് ആ ചർച്ച നടത്തുമ്പോഴേ എനിക്ക് ബോധമുണ്ട്. സാഹിത്യത്തിൽ അന്ന് വരെ സ്ത്രീകൾക്ക് ഒരു മുൻ പരിഗണനയും കൊടുക്കാത്തൊരു കാലമായിരുന്നു. പുസ്തക പ്രകാശനത്തിന് വേദിയിൽ ഒരൊറ്റ സ്ത്രീകളുണ്ടാവില്ല. സദസ്സിൽ ഇങ്ങനെ വായും പൊളിച്ചിട്ട് 1 2 റീജക്കല്ലറിയാം, ആർക്കും വലിയ ഇതില്ല, സദസ്സിൽ കയറ്റൂല. സ്ത്രീയുടെ പുസ്തക പ്രകാശനമാണെങ്കിൽ പോലും ആ സ്ത്രീയെ ഉണ്ടാവും, എൻ്റെ കൂടെ സ്വാഗതം പറയാൻ പോലും ഒരു സ്ത്രീ ഉണ്ടാവില്ല. അതെല്ലാം പുരുഷാധിപത്യമായിരുന്നു. ഇതിനെ മാറ്റിമറിക്കണം എന്ന് കരുതിയിട്ടാണ് സ്ത്രീകളാണ് ഞാൻ എന്ത് ചെയ്ത് അടിപൊളി ഫോട്ടോയെല്ലാം വെച്ച് ഫ്ലക്സിൽ
സ്ത്രീകളെ മുഖം വെച്ചിട്ട് അവരാണ് ആദ്യം സംസാരിക്കുക ഈ പുസ്തകത്തെക്കുറിച്ച്. അങ്ങനെയാണ് ജിസ ജോസ്, ആർ രാജശ്രീ എല്ലാം എൻ്റെ ചായപ്പീടിയിൽ വരുന്നത്. അവരൊന്നും അന്നേരം എഴുത്തുകാരായി അറിയപ്പെട്ടിട്ടില്ല. സ്ത്രീകൾക്ക് ഏറ്റവും നല്ല മുൻഗണന കൊടുക്കുക. പിന്നെ ഈ ചർച്ച എന്ന് പറഞ്ഞാൽ പേര് മാത്രമേ ഉള്ളൂ, ചർച്ചയല്ല അവിടെ നടന്നത്, സംവാദവും ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞു, അത് PM മാത്യൂസിൻ്റെ ഒരു നോവലുണ്ട്, ഇരുട്ടിലൊരു പുണ്യാളൻ. ആ പുസ്തകത്തിൽ ഇരുട്ടിലൊരു പുണ്യാളൻ തന്നെയല്ലേ ചോരശാസ്ത്രം എന്ന് പറയാം, ചോരശാസ്ത്രമാണെന്ന് തോന്നുന്നു, ചോരശാസ്ത്രം VJ ജെയിംസിൻ്റെ ചോരശാസ്ത്രത്തിൽ അതിൽ പറയുന്നുണ്ട്, വാഗ്വാദങ്ങൾ രണ്ട് അഹങ്കാരങ്ങളുടെ കൂട്ടിമുട്ടലുകളാണ്. അത് സത്യാന്വേഷണത്തിന് യാതൊരു ഗുണവും ചെയ്യില്ല. അതുകൊണ്ട് വാഗ്വാദമില്ല, ആശയ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ ഒരു വേദി ആരും വിളിക്കുന്നില്ല. ഒരു പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക. എഴുത്തുകാരനെ കുറിച്ചല്ല, പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാനുള്ള ഒരു വേദിയാണ്. അതാർക്കും സംസാരിക്കാം, വിളിക്കലില്ല. പിന്നെ എഴുത്തുകാരനെ ഒരു വലിയ ഉന്നതിയിലേക്ക് കാണുന്ന, വലിയ ബഹുമതിയോടെ കാണുന്ന ഒരു സംഭവമാക്കി എടുക്കുക. ഇതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഒരു ഫോട്ടോ എടുക്കുന്ന ചില ആൾ കളിയാക്കിയിട്ടുണ്ട്, ഫോട്ടോ സെഷൻ എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ എഴുത്തുകാരെ ചേർത്ത് പിടിക്കുക വായനക്കാരനെ എഴുത്തുകാരൻ ചേർത്ത് പിടിക്കുക, ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകും. എൻ്റെ മനസ്സിൻ്റെ ആനന്ദത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ആദ്യം കളിയാക്കി തുടങ്ങിയതാണെങ്കിലും, പക്ഷേ സ്ത്രീകൾക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായി. അവർക്ക് സംസാരിക്കാൻ ചായപ്പീടിയ എന്ന് പറയുന്ന ഒരു വരാന്ത എന്ന് പറഞ്ഞാൽ എൻ്റെ നോവലാണ്, അതിൻ്റെ പേരില്ലാന്ന് വരാന്ത തുടങ്ങി, അല്ലാതെ വരാന്ത ഇതിലല്ല. പക്ഷെ എനിക്ക് പലതും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചെറിയൊരു ബോധമാണ്. അത് ഹിറ്റായി. അത് ഹിറ്റാകുന്നത് ജയമോഹനെ വിളിച്ചതോടുകൂടിയാണ്. ഒരു എഴുത്തുകാരൻ, ഒരു വായനക്കാരനോട് ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് ഈ സ്നേഹം ഉണ്ടാവുക എന്ന് ഞാൻ പഠിച്ചത് അങ്ങനെ. ജയമോഹനെ വിളിച്ചു. ഈ അറം എന്ന് പറഞ്ഞ നോവൽ, ഈ 100 സിംഹാസനങ്ങൾ ഉള്ള ആ പുസ്തകം, ആ കഥ നോവൽ വായിച്ചിട്ട് എനിക്ക് ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ചു കാലം. അത് ഇയാളോട് പറഞ്ഞ്, അപ്പോൾ ഇയാൾ പറഞ്ഞ് എൻ്റെ നാട്ടിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ നിൻ്റെ ചായപ്പീടിയിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ പക്ഷേ അമേരിക്കയിൽ പോകുമെന്ന്, അടുത്ത വരവിന് അമേരിക്കയിൽ പോയി വന്നപാടെ വരാമെന്ന്. പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഈ ജയമോഹൻ പോലെയുള്ള വരുന്നു. പക്ഷേ വായനക്കാരനോടുള്ള ഒരു സ്നേഹം എഴുത്തുകാരനുണ്ട് എന്ന് അന്നാന്ന് ഞാൻ കണക്കൂട്ടി. അപ്പം ഇവർ വന്ന കെ വിശ്വനാഥ് ഉണ്ടായിരുന്നു മാതൃഭൂമിയിലെ, അവരും വന്നു. ഇവിടുത്തെ മധുരാജുണ്ട്. ഇതൊരു വലിയൊരു സംഭവമായിട്ട് മാറ്റിയത് ഈ ജയമോഹനിലൂടെയാണ്. പക്ഷേ ഒരു വായനാ സംസ്കാരം ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ടായി. പിന്നെ ഒരുപാട് പേരെ 10-60ഓളം എഴുത്തുകാർ വന്ന് ഒരൊറ്റ എഴുത്തുകാരില്ലാതെ ഒറ്റ ചർച്ചയെ നടത്തിയിട്ടുള്ളൂ. അത് അഷ്റഫ് അടൂരിൻ്റെ ഒരു പുസ്തകമാണ്, തിരഞ്ഞെടുത്ത കഥകൾ. അഷ്റഫ് അടൂർ മരിച്ചുപോയി. അപ്പോൾ അന്ന് 100ഓളം പുസ്തകം വിറ്റ പൈസ ഞാൻ അവിടുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ എനിക്ക് വലിയൊരു ആനന്ദം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ചെറുപ്പക്കാരെ ചില അസുഖം ബാധിച്ചവർ വരും. അപ്പോൾ അവിടെ കുറേ ആൾക്ക് സഹായം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് 10-100ഓളം ആൾക്കാരുണ്ടാവും. എല്ലാവരും നല്ല ഒരു ചിന്താഗതിയുള്ളവരാണ്. ഞാൻ ആദ്യം പേരൊന്നും പറയാതെ ഒരു സംഖ്യ എടുത്തിട്ടാണ് പാത്രത്തിലിട്ടാൽ അവരെല്ലാം പൈസ ഉണ്ട്, 3,000-4,000 അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച്. പിന്നെ അത് തുടർന്നു പോയിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നവരെ ബാധിക്കുമെന്ന് വിചാരിച്ച് ഞാനത് നിർത്തി. പക്ഷേ ഇത് ഏറ്റെടുത്തത് ലൈബ്രറി കൗൺസിലുകാരെ തന്നെയാണ്. അവരെന്ത് ചെയ്ത് ലൈബ്രറിയിൽ ഒരു പുസ്തകം ചർച്ച ചെയ്യണം എന്നുള്ള എന്തോ ഒരു നിയമം കൊണ്ടുവരിക, എന്തോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വലിയ ഒരു മാറ്റങ്ങൾ കഥ വായനയിലുണ്ടായി. നല്ല കഥകളുണ്ടായി ആ സമയത്ത്. അതൊരു നമ്മുടെ ചർച്ചയുടെ ഭാഗമാണ്. മാതൃഭൂമിയിൽ കമൽറാം സജീവിൻ്റെ നേതൃത്വത്തിലുള്ള ആ എഡിറ്ററായ സമയത്ത് ഗംഭീര കഥകളുണ്ടായി. അത് ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. സംസാരിക്കാൻ ഒരിടം. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ കൂട്ടങ്ങൾ എന്ന് പറയുന്നത്, എനിക്ക് ഈ ചർച്ച നടത്താനുള്ള ഒരു മറ്റൊരു കാരണം, ഒരു വർഗീയത എന്ന് പറയുന്നതിന് വലിയ പേടിയാണ്. ഏറ്റവും പേടി എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. സത്യത്തിൽ വർഗീയത ഉണ്ടാകുന്നത് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെ ഒരു കലാപം ഉണ്ടാവില്ല. അതിനുള്ളൊരു കൂട്ടം, അത് എൻ്റെ മനസ്സിൽ അത് ഒരു പരിധിവരെ വിജയിച്ച്, അതോടെ എനിക്ക് പല എഴുത്തുകാരെ ഒന്നിച്ചിരിക്കാൻ പറ്റി. അതുവരെ
ഞാൻ വലിയ വലിയ എഴുത്തുകാരെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. അവരൊപ്പം ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആനന്ദമുണ്ടായ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ ഒരു എഴുത്തുകാരനാവണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരാളാണ്. എഴുത്തുകാരനാകുക, അയാൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ബഹുമതി, അത് എൻ്റെ ചെറുപ്പത്തിലുള്ള വായനയിൽ എനിക്ക് ആഗ്രഹിച്ച ഒരേ ഒരു ആഗ്രഹം എഴുത്തുകാരനാകുകയാണ്. അത് ഒരു പരിധി വരെ വലിയ ഗുണമില്ലെങ്കിലും എഴുത്തുകാരനായിട്ടുണ്ട്, കവിതയായാലും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർ ഏറ്റെടുത്ത് ഈ കേരളം അങ്ങോളം ഇങ്ങോളം ചർച്ച നടക്കുന്നതെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സ്വതന്ത്ര ചിന്തയുണ്ടാകുക, ഓരോ വായനക്കാരനും സ്വതന്ത്ര ചിന്തയുണ്ടാകുക. ഈ സ്വതന്ത്ര ചിന്തയാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിലും കൂടി ബാധിച്ചതെന്ന്. ഓരോരാൾക്കും വ്യക്തിപരമായ അടിമകളല്ലാത്തൊരു സ്വതന്ത്ര ചിന്ത ഉണ്ടാകുക, ഇത് വായനയിൽ ഉണ്ടാകുന്നതാണ്. ഈ വായനയാണ് ഓരോ മനുഷ്യരെയും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ഇതിന് നന്ദി സ്വാഗതം എന്ന് പറയാത്ത ഇതുകൊണ്ട് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇത് ഇവരെ കടമയാണ്, ഒരു പുസ്തക പ്രസാധകരെ കടമയാണ്. അതുകൊണ്ട് നന്ദിയോ സ്വാഗതമോ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ മനുഷ്യരും വായിക്കപ്പെടാനുള്ള ഒരു പുസ്തകമാണ് എന്നുള്ളതിനൊക്കെ ഉദാഹരണമാണ് ഇപ്പോൾ ഷുക്കൂർക്ക പറയുന്ന സമയത്ത് നമ്മളൊക്കെ കേൾക്കുകയാണ്, എങ്ങനെയാണ് അവർ നടന്ന വഴികൾ എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ പുതിയ തലമുറയിൽ ധാരാളം ആളുകൾ വായിക്കുന്നുണ്ട്. പക്ഷെ നേരിട്ടുള്ള കടലാസിൽ അച്ചടിച്ച അത് പുസ്തകമായിരിക്കണമില്ല. പ്രസാധക മേഖലയിൽ ഏറ്റവും ചവറ് പൈസ കൊടുത്തിട്ട് എന്നെപ്പോലെയുള്ളവർ പുസ്തകം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതുക, പുസ്തകമാകുക, ഞാൻ വായിച്ചോന്ന് പറയുക, ഒരു കാര്യമില്ല. സ്കൂളിൽ പോകാത്ത എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത് ഒരൊറ്റ ഒരു വരിയാണ്.